ഇന്ത്യ UK ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. ഇന്ത്യ UK വ്യാപാര കരാർ ഒപ്പിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ആഴ്ച, അതായത് ജൂലൈ 23 മുതൽ UK സന്ദർശനത്തിന് ഒരുങ്ങുകയാണ്. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ അന്തിമമായതോടെയാണ് പ്രധാനമന്ത്രി UK സന്ദർശിക്കാൻ ഒരുങ്ങുന്നത്. ഇതോടെ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൂടുതൽ ശക്തരാവുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് 5 രാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി തിരിച്ചെത്തിയത്. നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയും നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. മറ്റു രാജ്യങ്ങളുമായി വമ്പൻ കരാറുകളിൽ ഏർപ്പെട്ട് എല്ലാ മേഖലയിലും ഇന്ത്യയെ വളർത്തുകയാണ് മോദി. പ്രധാന വ്യാപാര കരാറിലൂടെയും രാഷ്ട്രീയ ഇടപെടലിലൂടെയും ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര മേഖലയെ നിർണായകമായി സ്വാധീനിക്കുന്ന ഈ കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷം ഇന്ത്യയും UKയും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ജൂലൈ 23-24 തീയതികളിൽ പ്രധാനമന്ത്രി മോദിയുടെ യുണൈറ്റഡ് കിങ്ഡത്തിലേക്കുള്ള യാത്രയുടെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കും. ഇന്ത്യയിൽ നിന്നും UKയിലേക്കുള്ള 99% കയറ്റുമതിക്കും ബാധകമാകുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യയിലേക്കുള്ള വിസ്കി കരാറുകൾ തുടങ്ങി ബ്രിട്ടീഷ് കയറ്റുമതിയും സുഗമമാക്കാൻ ഈ കരാറിലൂടെ സാധിക്കും. അതേസമയം ഇന്ത്യ UK സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഉഭയകക്ഷി വ്യാപാര മേഖലയെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാപാര തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങളും കൂടുതൽ സമഗ്രമായ സാമ്പത്തിക പങ്കാളിത്തം കൈവരിക്കാനും തന്ത്രപരവും സാമ്പത്തികപരവുമായ സഹകരണം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട്. ജൂലൈ 25-26 തീയതികളിൽ പ്രധാനമന്ത്രി മാലിദ്വീപ് സന്ദർശിക്കും. അവിടെ അദ്ദേഹം 60ാമത് ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. പ്രസിഡന്റ് മുഹമ്മദ് യൂനുസിന്റെ ഭരണത്തിന് കീഴിൽ അദ്ദേഹം നടത്തുന്ന ആദ്യ മാലിദ്വീപ് സന്ദർശനമാണിത്. കൂടാതെ ചില മാലിദ്വീപ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഔട്ട് എന്ന പ്രചരണവും നിലവിലെ ഭരണകൂടത്തിന്റെ ചൈന അനുകൂല നിലപാടും കാരണം ഉഭയകക്ഷി ബന്ധങ്ങളിൽ അടുത്തിടെയുണ്ടായ പിരിമുറുക്കങ്ങൾക്ക് ശേഷമുള്ള ആദ്യ സന്ദർശനവുമാണിത്. നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനും പരസ്പര സഹകരണം വളർത്തുന്നതിനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ഇന്ത്യയുടെ അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയം വീണ്ടും ഉറപ്പിക്കുന്നതിനുമുള്ള ഒരു നിർണായക അവസരമായാണ് ഈ സന്ദർശനത്തെ കാണുന്നത്. വിശ്വാസം പുനർനിർമ്മിക്കുന്നതിലും കൂടുതൽ ശക്തമായ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിലുമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് പ്രാദേശിക സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്കും നിർണായകമാണ്. പ്രധാനമന്ത്രി മോദിയുടെ അവസാന ഉഭയകക്ഷി മാലദ്വീപ് സന്ദർശനം 2019 ജൂണിലായിരുന്നു. 2024 ഒക്ടോബറിൽ പ്രസിഡന്റ് മൊയ്സുവിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സന്ദർശനം ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സഹകരണപരമായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും താൽപ്പര്യം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി മോദിയുടെ ഇപ്പോഴത്തെ സന്ദർശനം അതിന് പകരവും ശക്തിപ്പെടുത്തലും പ്രദാനം ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര ശക്തി എന്ന നിലയിലും ദക്ഷിണ മേഖലയുടെ ശബ്ദം എന്ന നിലയിലും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നയതന്ത്ര തീരുമാനങ്ങളാണ് 3ാം മോദി സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നിലവിൽ ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ കുതിച്ചുചാട്ടമാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.